ദൈവമാണ് നമുക്ക് ജീവൻ തന്നത്. ദൈവം തന്നെ വിചാരിക്കണം ജീവൻ തിരിച്ചെടുക്കണേ. അത് നമ്മുടെ സോളിൻ്റെ ആവശ്യമാണ് ശരിക്കും നമ്മൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കത് ഇപ്പോഴും ഫീൽ ചെയ്യണം. അത് ചെയ്ത ആളുകളെ ഈ വ്യക്തിയുടെ മരണത്തിലോട്ട് തള്ളി വിട്ടിരിക്കുന്ന ഈ ആളുകളുടെ മുഴുവനും നാശം ഈ സോള് മുഖേനയായിരിക്കും സംഭവിക്കുന്നത്. നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ട് നമ്മളൊരു വീട് പണിയാണ്, ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മളൊരു വീട് പണിത് കുറേ വർഷം വീട്ടിൽ കയറി താമസിക്കണം നമ്മൾ ആഗ്രഹിച്ചിട്ട് പിറ്റേ ദിവസം അയൽവക്കക്കാരൻ വന്ന് അതിൻ്റെ ഇടയിൽ ബോംബ് വെച്ച് അങ്ങ് പൊട്ടിച്ച്. ഇപ്പോൾ ഒരു വ്യക്തി ജനിക്കുന്ന സമയം മുതൽ ബാക്കി എല്ലാ കാര്യങ്ങളും പ്രീ പ്ലാൻഡ് ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുന്നതും തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? കാര്യം അതും പ്രീ പ്ലാൻഡ് ആയിരിക്കില്ലേ? അങ്ങനെയല്ല, ആത്മഹത്യ തെറ്റാണ്. കാരണം എന്താ പറഞ്ഞാൽ ഈ ജനിക്കുന്ന നിമിഷം മുതൽ അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് തീരുമാനിക്കാം. എവിടെ ജനിക്കണം, എങ്ങനെ ജനിക്കണം എന്നൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല, നമ്മുടെ തീരുമാനത്തിലല്ല. പക്ഷെ നമ്മുടെ ഒരു ആത്മാവ് ശരീരം സ്വീകരിച്ച സമയം മുതൽ ആ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് കളയാൻ വരെയുള്ള പൂർണ്ണ അധികാരവും മനുഷ്യന് ദൈവം തന്നിട്ടുണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ലെ ഇപ്പോൾ ദൈവം തീരുമാനിക്കുക എന്ന് ആലോചിക്കുക, നമ്മുടെ ഒരു സിസ്റ്റം നമ്മൾ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും നമുക്ക് മരിക്കാൻ പറ്റില്ല. അങ്ങനെ എന്ത് ചെയ്യും? ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും ഇവിടെ മൊത്തം. ശരിയല്ലേ? അതായത് ദൈവമാണ് നമുക്ക് ജീവൻ തന്നത്. ദൈവം തന്നെ വിചാരിക്കണം ജീവൻ തിരിച്ചെടുക്കണേ. അതായത് നമുക്ക് ഒരാളെ തൂക്കി കൊല്ലാൻ പറ്റില്ല, വെടി വെച്ച ഒരാൾ മരിക്കില്ല, ഒന്നും ചെയ്താൽ മരിക്കില്ല. അപ്പോൾ അതിനകത്ത് കുറേ അപകടമില്ലേ ശരിക്കും? ഒരു കൂടിയ അളവിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ, അല്ലെങ്കിൽ ഒരു കാരണവശാലും ഭൂമിയിൽ ജീവിച്ചിരിക്കാനും പാടില്ലാത്ത ആളുകൾക്കെല്ലാം, അല്ലെങ്കിൽ ഹിറ്റ്ലറെ പോലുള്ള ആളുകൾ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുക, എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? നമുക്കെപ്പോഴും അതിൻ്റെ ഒരു ഇമോഷൻ സൈഡ് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ആയുസ് തികയാതെ, ആഗ്രഹങ്ങൾ തികയാതെ മരിച്ചു പോവുക എന്ന് പറയുന്നത് ഭയങ്കര ഇമോഷണൽ സൈഡാണ്. പക്ഷെ മറു സൈഡിൽ ഈ ഭൂമിയിലെ ഒരുപാട് നല്ല ആളുകൾ മരിച്ചു പോയതിനൊപ്പം തന്നെ ഒരുപാട് ദുഷ്ടരും മരിച്ചു പോയിട്ടുണ്ട്. ഒരു പക്ഷേ ആ ദുഷ്ട മനുഷ്യരെല്ലാവരും ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും ഇന്നത്തെ അവസ്ഥ ഇവിടെ മുഴുവനും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ദൈവം ഒരു പക്ഷേ നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യം തരാനുള്ള കാരണം. അപ്പോൾ ഈ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ കാര്യം അങ്ങനെയാണെങ്കിൽ അതിനുശേഷമുള്ള ആത്മാവ് എന്ത് ചെയ്യും? അല്ലെങ്കിൽ അവർ ഇപ്പം ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു പ്രായം വരെ നമുക്ക് ആയുസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ നമ്മൾ മരിച്ചാൽ പിന്നീടുള്ള ആ ഒരു ലൈഫ് സ്പാൻ തീരാനുള്ള ഒരു കാലയളവുണ്ടല്ലോ, ആ ഒരു സമയം വരെ അത് ഭൂമിയിൽ നിന്ന് പോകില്ല എന്ന് പറയും. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കാതെ വിഷമിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും എന്നുള്ളത്. ശരിക്കും ആത്മാവ് എന്താ ചെയ്യുക? എവിടെയായിരിക്കും? ശരിക്കും ഇത് ഭയങ്കര കോൺട്രവേഴ്സിയുള്ള സാധനങ്ങളാണ്. അതായത് ദൈവം, ആത്മാവ് മരിച്ചു കഴിഞ്ഞാൽ 7 തലം 14 തലം എന്നൊക്കെ പറയുന്നത് അത് അങ്ങനെയാണ് എന്ന് ആളുകൾ പലപ്പോഴും പറയപ്പെടുന്നു. എന്നാൽ ഇതിനെല്ലാത്തിനും വ്യത്യസ്തമായ മറുപടികളാണ് പലപ്പോഴും കിട്ടുന്നത്. നമുക്ക് പരമഹംസ യോഗാനന്ദൻ്റെ ബുക്കിൻ്റെ അകത്ത് കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അതായത് പരമഹംസ യോഗാനന്ദൻ്റെ ഗുരു, ഞാൻ ആ പരമ്പരയിൽപ്പെട്ട ആ പരമ്പരയിലുള്ള യുക്തേശ്വരഗിരി ഗുരു മരിക്കുന്നു. ഗുരു മരിച്ചതിന് ശേഷം ചിതയിൽ വെച്ച് കത്തിക്കുന്നു. ശേഷം കുറച്ച് നാൾക്ക് ശേഷം ആ ഗുരു പ്രത്യക്ഷപ്പെട്ട് ദർശനം കൊടുത്തിട്ട് ഞാൻ ഏതെല്ലാം ലോകത്തിലൂടെ കടന്നുപോയി, ആ ലോകമെല്ലാം എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ ആ ബുക്കിൻ്റെ അകത്ത് ഇത് എഴുതുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കുറേ എക്സ്പീരിയൻസുകളായിട്ടുള്ള ഒരുപാട് ഗുരുക്കന്മാരും ഒരുപാട് ആളുകൾ നമ്മുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ, ഒരു സോള്, ഒരു ആത്മാവ്, ഈ സോളാണല്ലോ, നമ്മളെല്ലാവരും ആത്മാക്കളാണ്. അത് 2 തരം ആത്മാക്കളുണ്ട്. ഒന്ന് നമ്മൾ ശരീരമുള്ള ആത്മാക്കളാണ്, എന്നാൽ അതീന്ദ്രിയമായ കഴിവുകളില്ല നമുക്ക്. ഒരു ആത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തുല്യ ശക്തിയിൽ നിൽക്കുന്ന ഒന്നാണ് ഒരു സോൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഓരോ സോളുകൾക്കും അതീന്ദ്രിയമായ അത്ഭുതകരമായ പല കാര്യങ്ങളും ചെയ്യാനും സഞ്ചരിക്കാനും എല്ലാം സാധിക്കുന്നത്. പക്ഷേ ആ സോള്, അത്രയും ശക്തിയുള്ള ഒരു സോള് ഒരു ശരീരം സ്വീകരിച്ചാൽ നിർവികാരമായി പോകും. എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. ശരീരം അതായത് ഒരു സോള്, നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ ഒരു സോള് വന്ന് ശരീരം സ്വീകരിക്കുന്ന സമയം മുതൽ ആ സോളിൻ്റെ ശക്തി ഉണ്ടല്ലോ, അത് പിന്നെ ഇല്ല. ഒരു മനുഷ്യൻ്റെ ശക്തിയുള്ളൂ. ഇപ്പം നമുക്ക് എന്തൊക്കെ പവറുണ്ട്? നമുക്ക് എന്തെങ്കിലും പവറുണ്ട്? നമുക്ക് ഒരു പവറും ഇല്ല. നമുക്ക് നോർമൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തോട് ഒരു അതീന്ദ്രിയമായ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാൽ അത് ചെയ്യാനുള്ള ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. ആ ശക്തിയാണ് നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത്, സോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശരീരമുള്ള സോളാണ്. ഇനി നമ്മൾ പറയുന്നത് ശരീരമില്ലാത്ത സോളുകളുണ്ട്. ശരീരമില്ലാത്ത സോളുകൾക്ക് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവുകളും ശക്തികളും ഉള്ള സോളുകളാണ്. ഇപ്പം എന്താ പ്രശ്നം? നൂറ്റാണ്ടുകൾ കാത്തിരുന്നതിന് ശേഷമാണ് ഒരു ആത്മാവിന് ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ പ്രവേശനം കിട്ടുന്നത്.
ആ സോള് കുറേ ഫൈറ്റ് ചെയ്തിട്ടോ കുറേ കടമ്പകൾ കടന്നിട്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ആ സോള് അതിനു മുമ്പ് മറ്റേതെങ്കിലും മൃഗങ്ങളായിരിക്കാം, മൃഗങ്ങളോ പക്ഷികളോ എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ ചിലപ്പോൾ ആ സോളിൻ്റെ ഒരു, അതായത് എല്ലാ സോളുകളുടെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് മനുഷ്യനായി ജനിക്കുക എന്നുള്ള. കാരണം നമ്മൾ ഈ ഭൂമിയിലെ ഏറ്റവും പ്രിവിലേജറായ ഏറ്റവും ഭാഗ്യം ചെയ്ത ജന്മം എന്ന് പറയുന്നത് മനുഷ്യജന്മം, വേറെ ഒരു ജന്മങ്ങളും ഇല്ല. അപ്പോൾ ഈ ജന്മത്തിലൂടെ എത്തുക എന്ന് പറയുന്നത് തന്നെയാണ് സോളിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. അങ്ങനെ ഒരു സോൾ നമ്മുടെ ശരീരത്തിലോട്ട്, ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലൊരു ശരീരം എടുക്കുന്ന സമയത്ത് ആ സോളിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും എന്ന് പറയുമ്പോൾ ഭയങ്കര പവർഫുള്ളായ ഒരു സോളായി മാറുക എന്നുള്ള പ്രോസസ്സ് ചെയ്യുക എന്നുള്ള. അതായത് വളരെ നോർമലായ ഒരു സോള് ശരീരം സ്വീകരിക്കുന്നു. അപ്പോൾ ഈ സോളിന് എങ്ങനെയാണ് ഒരു പവർഫുൾ സോളായി മാറുക? പവർഫുൾ സോളായിട്ട് മാറണമെങ്കിൽ അതിന് ശരീരത്തിലൂടെ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് സാധനകൾ, മെഡിറ്റേഷൻ, പ്രാർത്ഥനകൾ, സൽക്കർമ്മങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുള്ള സോളിനെ ഹൈ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മരണസമയമാകുമ്പോൾ ഈ സോള് ഒരു ഹയർ സോളായിട്ട് മാറിയിട്ടുണ്ടാവും. തിരിച്ച് നമ്മൾ ഈ ശരീരം ഉപയോഗിച്ചിട്ട് ഈ സോളിനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കാമെന്ന് വിചാരിക്കും, നമ്മുടെ നാശം ഇതിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. കാരണം ഇത് സോളിന് ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ്. എന്നാലോചിച്ച് നോക്കി. കാരണം സോൾ ആഗ്രഹിക്കുന്നത് അടുത്ത ജന്മത്തിൽ ഇതിലും പവർഫുള്ളായ ഒരു ജന്മം എടുക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി? അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഏറ്റവും പവർഫുള്ളായ ഒരു ശരീരമാക്കി മാറ്റി നശിച്ചു പോകാത്തൊരു ശരീരമാക്കി മാറ്റിയെടുക്കണം. എന്നാൽ ജീസസ് ക്രൈസ്റ്റ് പോലുള്ള ഒരുപാട് യോഗ്യന്മാർ അവരുടെ ശരീരം നശിച്ചു പോയിട്ടില്ല. അത് അവരുടെ ശരീരത്തെ അവർ ഇത്തരത്തിലുള്ള രീതിയിലുള്ള പ്രാർത്ഥനകളിലൂടെയും മറ്റു പല കാര്യങ്ങളിലൂടെയും കടത്തിവിട്ട് അവരുടെ ശരീരത്തിനെയും സോളിനെയും ഓരോ ഒറ്റ എനർജിയാക്കി മാറ്റുക എന്നുള്ള. പിന്നെ അവിടെ നാശമില്ല, ശരീരത്തിന് നാശമില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പോൾ ഒരു സോള് ഒരുപാട് ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് ഒരു ശരീരം കിട്ടി ഇവിടെ വന്ന് നമ്മൾ ഒരു ഘട്ടം എത്തുമ്പോൾ നമുക്ക് തോന്നാം വേണ്ട, സോളിനൊന്നും ചെയ്യാൻ പറ്റില്ലേ. എപ്പോഴും മനസ്സിലാക്കിക്കോ, നമ്മൾ എന്തോ ഒരു തെറ്റ് ചെയ്യുന്നതിന് മുമ്പും നമ്മുടെ ഉള്ളിൽ ഒരാൾ സംസാരിക്കും, നല്ല വശങ്ങളെ പറ്റി സംസാരിക്കും, വേദനകളെ പറ്റി സംസാരിക്കും, ചെയ്യാൻ പാടില്ല എന്നെ പറ്റി സംസാരിക്കും. ആ ശബ്ദം വളരെ കുറവായിരിക്കും. അതിന് മുകളിലായിരിക്കും നമ്മുടെ ഇമോഷൻ ഇരിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുക നമ്മളെ വേദനിപ്പിച്ച ഒരാളോട് പ്രതികാരം ചെയ്യാം, അവനെ ഉപദ്രവിക്കാം എന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലൊന്ന് മറ്റൊരാൾ പറയുന്നുണ്ടാവും, എൻ്റെ ആവശ്യമുണ്ടോ, കഴിഞ്ഞു പോയ കാര്യമല്ലേ, നമുക്കത് വിട്ട് കളയാം, നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനില്ലേ എന്നുള്ള പോസിറ്റീവായ സജഷൻസ് ഒരാൾ ഉള്ളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ആരായിരിക്കും? ഇതാണ് നമ്മുടെ സോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഈ സോളാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനോട് നിശബ്ദമായി നമ്മളൊന്ന് കണ്ണടച്ച് അതെന്താണ് പറയണമെന്ന് കേട്ടിരുന്നാൽ മനസ്സിലാവും അത് പറയുന്നതാണ് സത്യം, അത് പറയുന്നതേ സത്യമുള്ളൂ. കാരണം ആ സോള് നിലനിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. പക്ഷേ നമ്മുടെ ഇമോഷൻ അതിനെ ഓവർകം ചെയ്യും. ഇല്ല, അങ്ങനെയല്ല, അങ്ങനെ ശരിയാവും, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും, അവൻ എന്നെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയല്ലേ, അനി ഇന്ന ആളെനിക്ക് ഇത്രയും എന്നെ ദ്രോഹിച്ചതല്ലേ, അവനെ അങ്ങനെ വിട്ട് കളയാൻ പറ്റുമോ? അന്ന് മുതലേ നെഗറ്റിവിറ്റിയിലോട്ട് പോയി. മനസ്സിലായോ? അപ്പോൾ ഒരു സോള് കുറേ വർഷങ്ങളെടുത്ത് ആഗ്രഹിച്ച് ഈ ഭൂമിയിൽ ഒരു ജന്മം എടുത്ത് ആ ജന്മത്തിലൂടെ കുറേ ഒന്ന് ആലോചിക്ക്, ചെറുപ്പം മുതൽ നമ്മൾ ഇവിടെ ഇരിക്കുന്ന കാലം വരെ നമ്മൾ ഒരുപാട് സുഖങ്ങളിലൂടെയൊക്കെ കടന്നു പോയതാണ്. അച്ഛൻ്റെയും സ്നേഹവും മറ്റു കാര്യങ്ങളും ഒരുപാട് കടന്നു പോകുന്നത്. ഇതെല്ലാം ആരായിരിക്കും ശരിക്കും അനുഭവിക്കുന്നത്? നമ്മൾ ആർക്കോ ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ആർക്കായിരിക്കും? അപ്പോൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഇതുവരെ അനുഭവിച്ച ഒരു കാര്യങ്ങളും ഇപ്പം നമ്മളിരിക്കുന്നിടത്ത് ഇല്ല. ശരിയല്ലേ? അപ്പോൾ നമ്മളിത് ആർക്കൊക്കെയോ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ആർക്കെല്ലാമോ നമ്മൾ ഈ സാധനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഉള്ളിലിരുന്ന്, അല്ലെങ്കിൽ ആരുടെ എല്ലാം ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റുന്നുണ്ട്. അത് നമ്മുടെ സോളിൻ്റെ ആവശ്യമാണ് ശരിക്കും നമ്മൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കത് ഇപ്പോഴും ഫീൽ ചെയ്യണം. ഇപ്പം നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. ആ സമയത്ത് മാത്രമേ നമുക്കുള്ള ഫീൽ. ആ സമയത്ത് മറ്റാരോ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ഉള്ളിൽ തിരിച്ചറിയാൻ പറ്റും. എവിടെയോ ഒരു സമാധാനം, ഒരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഒരു സമാധാനം. അത് ആരാണ് സമാധാനിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളിലുള്ള ആരോ ആണ് സമാധാനിക്കുന്നത്. നമ്മുടെ ശരീരത്തെ അതൊന്നും കാണാനും ഇല്ലാതാനും, ഉള്ളിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അങ്ങനെയുള്ളൊരു സോളിനെയാണ് സൂയിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നമ്മുടെ ഓരോ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു ആത്മാവ് അല്ലെങ്കിൽ സോൾ എന്ന് പറയുന്നത് ആ ഒരു ആത്മാവിന് വേണ്ടിയാണ് ഓരോ മനുഷ്യ ശരീരവും പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതെ, ശരീരം എന്തിനാ ശരിക്കും? കാര്യങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമല്ലേ, അല്ലാതെ ശരീരത്തെ കൊണ്ട് എന്താ ഗുണം? അതൊരു മീഡിയം മാത്രമാണ്. അത്രയല്ലേ ഉള്ളൂ. ആക്ച്വലി ശരീരം എന്ന് പറയുന്നത് നമുക്കൊരു കാര്യം പ്രവർത്തിക്കാനും ഒരു കാര്യം ചെയ്യാനും നമുക്കൊരു മീഡിയം വേണം, ഇവിടെ ഒരു വസ്തു വേണം. അത് മാത്രമേ ഉള്ളൂ ശരീരം. ആ ശരീരത്തിലൂടെ വേണം നമ്മൾ ഇവിടെ കണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കണമെങ്കിൽ. അത് ഭൂമിയുടെ ലോയാണ്. ഈ ശരീരം നാളെ ഒരിക്കലും എന്താ സംഭവിക്കുന്നത്? വെറും മണ്ണായിട്ട് മാറും ഈ സാധനം മൊത്തം. അപ്പോഴും അവശേഷിക്കുന്നത് സോളായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു സോളിന് അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ചിന്തകൾ കൊണ്ടോ നമ്മുടെ ശരീരം കൊണ്ടോ നമ്മൾ അനുവദിക്കാതെ വന്നാൽ ആ സോൾ എന്തുമാത്രം ഇറിറ്റേറ്റഡ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ എൻ്റെ സോള് ഞാൻ നെഗറ്റീവ് ചിന്തകൾ കൊണ്ടോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ സൂയിസൈഡ് ചെയ്ത് എൻ്റെ സോളിനെ പുറത്ത് കടത്തി, എൻ്റെ സൂയിസൈഡ് പിന്നെ ശരീരമില്ല,
ശരീരം നശിച്ചു പോയി. പിന്നെ ആ സോളിന് പ്രവർത്തിക്കാൻ ഒരു ശരീരമില്ല. ആ സോളിന് ഒരു പക്ഷേ ഞാനൊരു 40-ആം വയസ്സിൽ മരിച്ചു എന്ന് കരുതുക. ആ സോൾ ഒരു പക്ഷേ 60 വയസ്സ് 75 വയസ്സ് വരെ ജീവിച്ചിരിക്കേണ്ട ഒരു ശരീരമായിരുന്നു. അതിന് മുന്നേ ഞാൻ തീർത്തു. അതുവരെ ആ സോളിന് ഒരു പക്ഷേ ഭൂമിയിൽ തുടരാൻ പറ്റും. ആ സോൾ എന്തുമാത്രം ഇറിറ്റേറ്റഡ് ആയിരിക്കും. അപ്പോഴാണോ ഈ പറയുന്ന പോലെ ആത്മാവ് വേറൊരാളുടെ ശരീരത്തിൽ കയറുന്നത് എന്നുള്ളൊരവസ്ഥ വരുന്നത്? അത് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഉള്ളിലുള്ള സോളും എൻ്റെ അച്ഛനമ്മ തമ്മിൽ എന്താ ബന്ധം? പറ. ശരിയാണ്. ഒരു ബന്ധമില്ല. എൻ്റെ ശരീരവും എൻ്റെ അച്ഛനമ്മയും തമ്മിൽ മാത്രമേ ബന്ധമുള്ളൂ. എൻ്റെ സോളും അച്ഛനമ്മയും തമ്മിൽ ഒരു ബന്ധമില്ല. എൻ്റെ സോളും എൻ്റെ ഭാര്യയും തമ്മിലൊരു ബന്ധമില്ല. എൻ്റെ സോളും എൻ്റെ കുഞ്ഞുങ്ങളും തമ്മിലൊരു ബന്ധമില്ല. അങ്ങനെയെങ്കിൽ ആ സോൾ ഇറിറ്റേറ്റഡ് ആയ ആദ്യം പണി കിട്ടുന്ന ആർക്കായിരിക്കും? അച്ഛനമ്മയ്ക്കും ഫാമിലിക്കായിരിക്കും. അതെ. ഈ സോളിൻ്റെ ശരീരം കളയാൻ ആരെങ്കിലും കൂട്ടു നിൽക്കുകയോ ആരെങ്കിലും അതിന് പ്രലോഭനം കൊടുക്കുകയോ ആരുടെങ്കിലും ആത്മഹത്യ പ്രേരണയെ പറ്റി ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ആത്മഹത്യ പ്രേരണ ആരെങ്കിലും നൽകിയിട്ടുണ്ടോ, ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? ശരിക്കും പലപ്പോഴും ആളുകൾ സൂയിസൈഡ് ചെയ്യുന്നതാണ്. കൂടിയ അളവിൽ വേദന കിട്ടുമ്പോഴാണ് സൂയിസൈഡ് ചെയ്യുന്നത്. ചതിയാവാം, വഞ്ചനയാവാം, പറ്റിക്കലാവാം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഈ ശരീരം ഈ ഭൂമിയിൽ ആത്മാവ് വിട്ട് ഈ ശരീരം ഇനി ജീവിക്കേണ്ട എന്നുള്ള തീരുമാനത്തിലെടുത്ത് മരിച്ചു പോയെങ്കിൽ ഈ സോളിനുണ്ടാകുന്നൊരു പ്രതികാരം എന്തായിരിക്കും? അതിൻ്റെ ഒരു വശം ആലോചിക്കും. നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ട് നമ്മളൊരു വീട് പണിയാം, ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മളൊരു വീട് പണിത് കുറേ വർഷം വീട്ടിൽ കയറി താമസിക്കണം നമ്മൾ ആഗ്രഹിച്ചിട്ട് പിറ്റേ ദിവസം അയൽവക്കക്കാരും അത് അതിൻ്റെ ഇടയിൽ ബോംബ് വെച്ച് അങ്ങ് പൊട്ടിച്ച് നമുക്കുണ്ടാകുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും? നമ്മൾ മനുഷ്യനാണോ മൃഗമാണോ? പിന്നെ നമുക്ക് പിന്നെ നമ്മുടെ അടുത്ത ചിന്ത മറ്റവനെ എങ്ങനെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതായിരിക്കും. കാരണം നമ്മുടെ സ്വപ്നമാണ് തകർത്തളഞ്ഞ്. പിന്നെ അടുത്ത നിമിഷം ഇനി ഒരു ചിന്തയില്ല, കടം വന്നു, വീട് പോയി, ഒന്നുമില്ല. ഇതേ കാര്യം തന്നെ ആയിരിക്കും സോള് ചിന്തിക്കുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ ഇടപെടലില്ല ശരിക്കും. കാരണം ദൈവം കൃത്യമായി എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ വന്നിട്ട് ഒരു സോളാണ് നീങ്ങി കയറി വന്നൊന്നും പറയില്ല. അത് ചെയ്ത ആളുകളെ ഈ വ്യക്തിയെ മരണത്തിലോട്ട് തള്ളി വിട്ടിരിക്കുന്ന ഈ ആളുകളുടെ മുഴുവനും നാശം ഈ സോള് മുഖേനയായിരിക്കും സംഭവിക്കുന്നത്. നശിപ്പിച്ചളയും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് ഇത്തരത്തിലുള്ള കാർമിക് കാര്യങ്ങൾ കൊണ്ട് തല വയ്ക്കരുത് എന്ന് പറയുന്നത്. ശരീരം വിട്ട് സോൾ പുറത്ത് വന്നാൽ ആ സോളിന് അതീന്ദ്രിയമായ ശക്തികളുണ്ട്. നമ്മളെ നിയന്ത്രിക്കാൻ, നമ്മുടെ ജോലി കളയാൻ, നമ്മുടെ സെക്ഷുവാലിറ്റിനെ ഇല്ലാണ്ടാക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അപകടം വരുത്താൻ, നമ്മുടെ വീട്ടുകാർക്ക് അപകടം വരുത്താൻ. ആലോചിച്ച് നോക്ക്. ഇതൊന്നും നമുക്ക് താങ്ങാൻ പറ്റില്ല. നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയാണ്. നമ്മുടെ അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, കുടുംബം, പണം, ഇത്രയും കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ എല്ലാവരുടെ സമാധാനം സന്തോഷം ഇരിക്കുന്നത്. ഇതിലെവിടെയെങ്കിലും ഒന്ന് പാളിയ അന്ന് മുതൽ നമ്മുടെ മാനസികമായ നില താളം തെറ്റി തുടങ്ങും. പിന്നെ കണ്ടിന്യൂ ഇത് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. പല സോളുകളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഇവിടെ ദൈവത്തിൻ്റെ ഇടപെടലുകളില്ല ശരിക്കും. എന്താ കാര്യം എന്ന് അറിയാമോ? എനിക്ക് ഒരു വ്യക്തിനെ വേദനിപ്പിക്കാനോ ആ ഒരു വ്യക്തിക്ക് എന്നെ വേദനിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ഞാനൊരു വ്യക്തിനെ വേദനിപ്പിച്ചാൽ അതിൽ നിന്നുണ്ടാകുന്ന കർമ്മ ഞാൻ അനുഭവിക്കണം. ഞാൻ അതിന് വേണ്ടിയിട്ട് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയോ അമ്പലത്തിൽ പോയി നേർച്ചിട്ട് ഒരു കാര്യമില്ല. അത് ഞാൻ അനുഭവിക്കേണ്ട കാരണം നിന്നിലിരിക്കുന്നതും എന്നിലിരിക്കുന്നതും സെയിമാണ്. രണ്ടും ദൈവികമായ എനർജിയാണ്. നിനക്കുള്ള അതേ അവകാശം എനിക്കുണ്ട്, എനിക്കുള്ള അതേ അവകാശം നിനക്കുണ്ട്. എങ്കിൽ അത് നമ്മൾ തമ്മിലുള്ള വിഷയമായിട്ട് മാറും. അവിടെ മൂന്നാമത് ദൈവത്തിന് ഒരു പങ്കുമില്ല. ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ, അതിനുള്ള കർമ്മ എനിക്ക് കിട്ടിയിരിക്കും. അത് നീ പോയി ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഞാനാണ് ദൈവത്തിൻ്റെ എനർജി എന്ന് പറയുന്നത്. ആ എന്നെയാണ് വേദനിപ്പിച്ചത്. അപ്പോൾ പിന്നെ സെപ്പറേറ്റ് ഒരു സാധനം അവിടെ ഇല്ല, സെപ്പറേറ്റ് ഒരു എനർജി രൂപം അവിടെ ഇല്ല. മനസ്സിലായോ? അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ബൈബിളിലൊരു കാര്യം പറയുന്നത്. അതായത് നമ്മളൊരു വഴിയിലൂടെ നടന്നു പോവുക, അവിടെ ഒരു വിശന്ന ഒരാളവിടെ ഇരിക്കുക. നമ്മൾ ആ വ്യക്തിനെ ഇങ്ങനെ നോക്കിയിട്ട് നടന്നുപോയി. അടുത്തൊരു വ്യക്തി വരാം, ആ വ്യക്തിനെ ഉപദ്രവിച്ചിട്ട് കടന്നുപോയി. മറ്റൊരു വ്യക്തി വരാം, മറ്റൊരു വ്യക്തി വന്നിട്ട് ആ വ്യക്തിനെ കളിയാക്കിയിട്ട് കടന്നുപോയി. ഇതിൽ ആര് ചെയ്തതാ തെറ്റ്? ആദ്യം പോയ ആളാണോ? അല്ല, പറ. ഉപദ്രവിച്ചിട്ട് പോയ ആളാണോ? പിന്നെ അല്ല, ആദ്യം ഉപദ്രവിച്ചിട്ട് പോയ ആദ്യം ആയത്താൾ ഒന്നും മിണ്ടിയതില്ല. അയാൾ കണ്ടിട്ടൊക്കെ നടന്നു പോയി, അത്രേ ഉള്ളൂ. ഉപദ്രവിച്ചിട്ട് ഒന്നും ചെയ്തൊന്നുമില്ല. ഒരാൾ ഉപദ്രവിച്ചു, ഒരാൾ കളിയാക്കിയ ആളായിരിക്കും. കാര്യം അപ്പോഴല്ലേ മാനസികമായിട്ട് വിഷമം വരിക അല്ലേ? ഇവിടെ 3 പേരും തുല്യരാ. ആദ്യത്താളൊന്നും ചെയ്തില്ലല്ലോ. ഒന്നും ചെയ്യാതിരിക്കുന്നത് വലിയ തെറ്റാ.
നിൻ്റെ മുന്നിൽ ഒരാൾ വിശന്നിരിക്കുന്നുണ്ടെങ്കിൽ, നിൻ്റെ മുന്നിൽ ഒരാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട കടമ നിനക്കുണ്ട്. നീ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് എന്തിനാ? ദൈവം എന്ന് പറയുന്നത് അതാ. ഒരിക്കലും നീ ദൈവത്തെ കാണാൻ പോകുന്നില്ല മരണം വരെ. എഴുതി വെച്ചരാം. നിങ്ങൾക്ക് അനുഭവിക്കാനേ പറ്റുള്ളൂ. നിനക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ആ എനർജീനെ, ആ ആനന്ദത്തെ, ആ പോസിറ്റിവിറ്റിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിൻ്റെ മുന്നിൽ ഇത്രത്തോളം മനുഷ്യർ വന്നേ പറ്റൂ. ആ ദൈവത്തിൻ്റെ കണമുള്ള ആ മനുഷ്യനെ നീ സഹായിക്കാതെ പോകുന്നത് ശരിക്കും ആ വ്യക്തിയുടെ മരണത്തിലോട്ട് നയിക്കാൻ നീയും ഒരു കാരണക്കാരാണ്, നമ്മളും ഒരു കാരണക്കാരാണ്. മനസ്സിലായോ? അതായത് നമുക്ക് ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് 10 രൂപ കൊടുത്ത് ഒരു നേരത്തെ ഭക്ഷണം വേണ്ടി വാങ്ങിച്ചു കൊടുക്കാമായിരുന്നു. ഈ 10 രൂപ ആര് തന്നെ? ആ 10 രൂപ ഉണ്ടാക്കുന്ന ആരോഗ്യം ആര് തന്നതാണ്? ഇതെല്ലാം ഈ പറയുന്ന ഈശ്വര ചൈതന്യമല്ലേ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യം നമ്മൾ ഉപയോഗിക്കേണ്ട കടമ നമുക്കുണ്ട്. അതിലൂടെ നമുക്കൊരു പോസിറ്റിവിറ്റി കിട്ടും, നമ്മൾ കുറച്ചുകൂടി ഉയരും. മനസ്സിലായോ? അതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്ച്വലി ശരിക്കും ഇത്. എങ്കിൽ പോലും ഇത് ഇങ്ങനെയൊക്കെയാണ്, ഇത് പൊതുവേ നമ്മൾ ചുരുക്കം പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്.